അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളെന്താ വെച്ചാൽ ഇന്ന് നമുക്ക് വളരെ വിശേഷപ്പെട്ട ഒരു വീഡിയോ, അതായത് ഇന്നിപ്പോൾ നമ്മൾ നേരെ എറണാകുളം യാത്ര, ആ ഒരു യാത്രേൻ്റെ വിശേഷങ്ങളാണ്. ടൗണിൽ എത്തി, അത് കഴിഞ്ഞ് അവിടെ നിന്നുള്ള കുറച്ച് ദൃശ്യങ്ങൾ, വളരെ സ്പെഷ്യലായിട്ടുള്ള ദൃശ്യങ്ങൾ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കും. ഞാനിതാ നേരം പുലർന്നു, ഒരു 6 മണി ഇങ്ങനെ ആയിട്ടുള്ളൂ. അപ്പം ഞാൻ എൻ്റെ രാവിലെ മുതൽക്കുള്ള ആ ഒരു യാത്ര തുടങ്ങുകയാണ്. നമ്മളിങ്ങനെ സൗത്തിലുള്ള KSRTC സ്റ്റാൻഡിൽ, അതിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ റൂം എടുത്തത്. അപ്പോൾ ഇതാ ഇവിടെ നമ്മളെ KSRTC സ്റ്റാൻഡ്. അപ്പോൾ അവിടെ വന്ന് ഇനി അവിടുന്ന് വേണം നമുക്ക് ചോറ്റാനിക്കര പോകാൻ. ഇവിടുന്ന് രാവിലെ തന്നെ ബസ്സുണ്ട്, ഒരു 6 മണിക്ക് ശേഷം ബസ്സുണ്ട്. അപ്പോൾ അത് വരുന്ന ആര് വരെ കാത്തു നിന്ന് എന്നിട്ട് പിന്നെ അതിന് പോകണം. അത് നമ്മൾ വെച്ചാൽ സാധാരണ ഓർഡിനറി ബസ്സാണ് KSRTC. അപ്പോൾ ചോറ്റാനിക്കരയ്ക്കുള്ള ടിക്കറ്റൊക്കെ എടുത്ത് ഞാനങ്ങനെ യാത്ര തുടങ്ങുകയായി. അപ്പോൾ അതിരാവിലെ കൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ കടകളൊക്കെ തുറന്നു വരുന്നതന്നെ ഉള്ളൂ. കാര്യമായിട്ടുള്ള കടകളൊക്കെ തുറക്കണമെങ്കിൽ കുറച്ചുകൂടി സമയം കഴിയുമല്ലോ. അപ്പോൾ ഇവിടെ സിറ്റിയിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെ നമുക്ക് കടകളൊക്കെ തുറന്നു വരുന്ന കാഴ്ചകളാണ്. ഇത് അധികം കടകളൊന്നും തുറന്നിട്ടില്ല. ഏതായാലും നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കങ്ങനെ ഉണ്ട് തൃപ്പൂണിത്തുറ വഴി അങ്ങനെ പോകണം. ആ ഒരു റൂട്ടിലാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇതാ ചോറ്റാനിക്കര എത്തി. അമ്പലത്തിൻ്റെ ആ ഒരു മുൻവശം ആണിത്. അമ്പലത്തിലെ പ്രസാദം. എന്ന് വെച്ചാൽ നമുക്ക് ക്ഷേത്രത്തിലൊക്കെ തൊഴുതു രാവിലെ വന്നിട്ട് ഞാൻ. അപ്പം എന്താ വെച്ചാൽ നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ ഇരുന്നുണ്ട്, നമുക്ക് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തൊഴിലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടുന്ന് ചായ. അപ്പോൾ ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ ആ മുൻവശത്തുള്ള റോഡിലെ കാഴ്ചകളൊക്കെ നമുക്ക് ഒന്ന് പകർത്താം. അകത്ത് പിന്നെ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇത്തരം കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമ്മൾ പുട്ട് കടലക്കറി അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് കഴിക്കുന്നത്, വെജിറ്റേറിയൻ ഹോട്ടൽ. അപ്പോൾ ഞാനേതായാലും മസാല ദോശയല്ല, നമ്മൾ പുട്ടാണ് ഓർഡർ ചെയ്തത്, പുട്ടും കടലേ. അപ്പോൾ നമ്മൾ പറഞ്ഞ പുട്ട് ഇവിടെ എത്തി. ഏതായാലും നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും പോവാം. ഇഷ്ടംപോലെ വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് ഇവിടെ, അമ്പലത്തിൻ്റെ അടുത്തായതുകൊണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറഞ്ഞ ദൂരം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തൃപ്പൂണിത്തുറ ഹിൽ പാലസ്. ഇനിയിപ്പോൾ അവിടേക്കാണ് പോകാനുള്ളത്. അപ്പോൾ ഈ ഒരേ റൂട്ടിലായതുകൊണ്ട് പിന്നെ എളുപ്പമുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടാണ് പോകാനുള്ളത്. അപ്പോൾ അങ്ങോട്ടുള്ള ബസ്സിന് ഞാൻ പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ചോറ്റാനിക്കരയിൽ നിന്ന് നേരെ വരുന്ന വഴി തന്നെയാണ് തൃപ്പൂണിത്തുറ ഇറങ്ങി.
അവിടുന്ന് നമ്മൾ ഹിൽ പാലസ്, വളരെ പ്രസിദ്ധമായ ഹിൽ പാലസ്, അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇനി പോകുന്നത്. ഒരേ റൂട്ടിൽ തന്നെ ആയതുകൊണ്ട് തന്നെ എളുപ്പമുണ്ട്. പിന്നെ ഇവിടുത്തെ ആ ഒരു കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒന്ന് നമുക്ക് കാണാം. ഇവിടെ നമ്മൾ എൻട്രൻസിൽ ഒക്കെ വന്നു. ഇവിടെ നല്ല പിന്നെ സന്ദർശകരുണ്ട് ഇവിടെ നല്ലപോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ രാവിലെ തന്നെ ഞാൻ രാവിലെ തുറന്ന് ഒക്കെ ആ ഒരു സമയമായപ്പോഴേക്കും ഞാൻ അമ്പലത്തിൽ നിന്ന് രാവിലെ തൊഴുത് വന്നു. ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട് ഇവിടെ സൈഡിൽ. ഇവിടെ വെച്ചാൽ രാവിലെ 9 മണി മുതൽ 12:30 വരെയും പിന്നെ ഉച്ചയ്ക്ക് 2 മുതൽ 4:30 വരെയാണ് പ്രവർത്തന സമയം. അതായത് പ്രവൃത്തി ദിവസങ്ങൾ, തിങ്കളാഴ്ച ഒഴിവാണ്. അപ്പം അങ്ങനെ ടിക്കറ്റും എല്ലാം എടുത്ത് ഞാൻ ഇങ്ങനെ ഓരോന്ന്, അതായത് മുൻപിൽ കണ്ടോ നല്ല വിശാലമായൊരു പൂന്തോട്ടം തന്നെയുണ്ട് കാണാൻ. അപ്പോൾ നേരെ ചോറ്റാനിക്കര അമ്പലത്തിൽ നിന്ന് പിന്നെ അത് കഴിഞ്ഞ് നേരെ ഇവിടെ നേരെ നമ്മൾ തൃപ്പൂണിത്തറ ഹിൽ പാലസ് വളരെ ഫേമസ് ആണല്ലോ. പിന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകളും കൂടിയും പകർത്തി അങ്ങനെ പോകണം. പിന്നെ നമുക്ക് മറൈൻ ഡ്രൈവാണ്. ഇനിയിപ്പോൾ നേരെ അങ്ങനെ പോവാം. ചുറ്റും റോഡുകളും വൻ മരങ്ങൾ നിറഞ്ഞ വലിയ തോട്ടവും വലയം ചെയ്യുന്നതാണ് ഈ കൊട്ടാര വളപ്പ്. പുരാതന കേരളീയ വാസ്തുവിദ്യയും വിദേശ ശൈലിയും ഒത്തുചേർന്നതാണ് നിർമ്മാണ രീതി. തട്ടുതട്ടായി തിരിച്ച 52 ഏക്കറോളം വരുന്ന ഉദ്യാനം മ്യൂസിയത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. കൊച്ചിയുടെ ഭരണകർത്താക്കളായിരുന്ന രാജാക്കന്മാരുടെ ഔദ്യോഗിക വസതിയായിരുന്നു എറണാകുളത്ത് നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ അകലത്തിലായി തൃപ്പൂണിത്തുറയിലുള്ള ഈ ഹിൽ പാലസ്. 1865 പണിതീർത്ത ഈ കൊട്ടാരം രാജകുടുംബത്തിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്ത ശേഷം സംസ്ഥാനത്തെ ആദ്യ പുരാവസ്തു മ്യൂസിയമാക്കി മാറ്റുകയായിരുന്നു. അങ്ങനെ സംസ്ഥാനത്തെ ആദ്യ പൈതൃക മ്യൂസിയമായി. 49ഓളം കെട്ടിടങ്ങളുടെ സമുച്ചയമാണ് ഇവിടം. പഴയകാലത്തെ ഓർമ്മിപ്പിക്കുന്ന എണ്ണഛായാചിത്രങ്ങൾ, ചുവർ ചിത്രങ്ങൾ, ശില്പങ്ങൾ, താളിയോലകൾ, കൊച്ചി മഹാരാജാക്കന്മാരുടെ അമൂല്യമായ വസ്തുക്കൾ, രാജസിംഹാസനങ്ങൾ എന്നിവ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കിഴക്കൻ ഏഷ്യയിൽ നിന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എത്തിയ പുരാതന സെറാമിക് സൃഷ്ടികൾ, കേരളത്തിൻ്റെ നരവംശ ചരിത്രത്തിലെ നാഴികക്കല്ലുകളായ കടക്കല്ല്, തുപ്പിക്കല്ല്, വെട്ടുകല്ലിൽ തീർത്ത ഓർമ്മ സ്തംഭങ്ങൾ, പഴയ സംസ്കൃതിയുടെ അവശിഷ്ടങ്ങളായ മരത്തിൽ തീർത്ത വസ്തുക്കൾ തുടങ്ങി ഇൻഡസ് വാലിയിലെയും ഹാരപ്പൻ സംസ്കൃതിയുടെയും അവശിഷ്ടങ്ങളുടെ മാതൃകകൾ വരെ ഇവിടെ കാണാം. ആധുനിക കലാസൃഷ്ടികളുടെ ഒരു ഗ്യാലറിയും ഇതിനൊപ്പം ഒരുക്കിയിട്ടുണ്ട്. മലയാളത്തിലെ ക്ലാസിക് സിനിമകളിലൊന്നായ മണിച്ചിത്രത്താഴ് സിനിമയുടെ വിവിധ ഭാഗങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് ചിത്രീകരിച്ചിട്ടുണ്ട്. നമുക്ക് കൊട്ടാരത്തിനകത്ത് വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫിക്കൊക്കെ പെർമിഷൻ ഇല്ല. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് തൊട്ട് താഴെയായിട്ട് ഇതാ കാണാൻ മാനുകളുടെ ഒരു പാർക്കുണ്ട്. ഇത് നല്ലൊരു കാഴ്ചയാണ്. നിരവധി മാനുകളെ ഇവിടെ വളർത്തുന്നത് അത് നമുക്കിവിടെ കാണാം. കൊട്ടാരത്തിന് ചുറ്റും നിരവധി ഔഷധ സസ്യങ്ങളുണ്ട്. ഞാൻ ഏകദേശം ഇവിടെ നമ്മൾ രാവിലെ വന്നതുകൊണ്ട് എന്താ വെച്ചാൽ ഒന്നൊരു മഴയൊക്കെ മൂടി നിൽക്കുന്നൊരു സമയമാണ്. ഇടയ്ക്ക് നല്ലപോലെ മഴ ഒക്കെ പെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ടാണ് ഇതൊക്കെ നമ്മൾ ചിത്രീകരിച്ച് അങ്ങനെ എടുക്കുന്നത്. ഇടയ്ക്ക് ഒരു വെയിൽ വരും, അങ്ങനെ കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഞാൻ വെച്ചാൽ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഇവിടുത്തെ രാവിലത്തേക്ക് കഴിഞ്ഞ് പിന്നെ നമ്മൾ റൂമിലൊക്കെ പോയി ഇന്ന് ഫ്രഷായി പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് എന്നിട്ട് ആണ് മറൈൻ ഡ്രൈവിൽ പോകാനുള്ളത്. പിന്നെ അതാണ് ചിത്രീകരിക്കാനുള്ളത്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ചിത്രീകരണത്തിൻ്റെ ഇടയിൽ പിന്നെ നമ്മളൊരു 10 മണി ഒക്കെ ആവുന്നതോട് കൂടി തന്നെ 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്നാക്സ് കിട്ടുന്ന കട ഉണ്ട്. അത് പിന്നെ ചായ, കോഫി, കൂൾ ഡ്രിങ്ക്സുകളൊക്കെ കിട്ടുന്ന ഉണ്ടോ, സ്നാക്സുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കട. അപ്പോൾ അവിടുന്ന് ഞാനൊരു കോഫി, ഒരു മെഷീൻ കോഫിയാണ്, കോഫി സമൂസയും
അത് കഴിക്കണം. ഇവിടെ ഈ ഒരു ഇതും നല്ലൊരു കാഴ്ചയാണ്. പിന്നെ നിറയെ മരങ്ങളാണ് ചുറ്റിലും. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ശുദ്ധവായു എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഒക്കെ നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ അതിൽ ഞാൻ മടങ്ങായി. നേരെ വന്നത് അതായത് നമ്മൾ ചോറ്റാനിക്കരയും അതുപോലെ ഇപ്പോൾ ഈ ഹിൽ പാലസിൻ്റെ ദൃശ്യങ്ങളും എല്ലാം കൂടി ചേർത്ത് നമ്മൾ ആ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്കടുത്ത പുതിയൊരു വീഡിയോ ഇട്ട് ഉടൻ തന്നെ കാണാം.